വിചിത്രമായ ടാറ്റുകളിലൂടെ, മുറിച്ചു മാറ്റപ്പെട്ട വിരലുകളിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കൂട്ടം ക്രിമിനലുകൾ, എതിരാളിയുടെ ചോര ഊറ്റിക്കുടിക്കാൻ ദാഹിക്കുന്ന മനുഷ്യ മൃഗങ്ങൾ തന്നെയാണിവർ. അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ ആരും എതിരാളിയാക്കാൻ മുതിരാറുമില്ല. ഏകദേശം 1700 വർഷക്കാലം ഈ കൂട്ടങ്ങൾ ജപ്പാനെ പേടിപ്പെടുത്താൻ തുടങ്ങിയതാണ്. കാലം മുമ്പോട്ട് പോകെ അവരുടെ ക്രൂരതകൾക്കും കുറ്റകൃത്യങ്ങൾക്കും എണ്ണം കൂടുന്നതല്ലാതെ അവർ ഒരിക്കലും മറിച്ച് ആലോചിച്ചിട്ടേയില്ല. അവരെന്തിനങ്ങനെ ആലോചിക്കണം? അവരെ നേരിടാൻ പോകുന്ന ഒരു ശക്തിയും ഇന്ന് ഈ ലോകത്തില്ല. അതെ, പറഞ്ഞു വരുന്നത് യക്കൂസകളെ കുറിച്ചാണ്. എമ്പുരാനിൽ എബ്രഹാം ഖുറേഷി നേരിടാൻ പോകുന്ന തീ തുപ്പുന്ന ആ ഡ്രാഗൺ കൂട്ടം ലോകത്തിലെ ഒരു ശക്തിക്കും നേരിടാൻ പറ്റാത്തത്ര വലുപ്പത്തിൽ എങ്ങനെ അവർ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന കഥയാണ് നമ്മൾ ഇന്നറിയുന്നത്. വർഷം 1603. ആ കാലഘട്ടത്തിലാണ് ജപ്പാനിൽ നിലനിന്ന രണ്ട് വ്യത്യസ്ത ബഹിഷ്കൃത ഗ്രൂപ്പുകളിൽ നിന്നുള്ള കൂട്ടങ്ങൾ സംയോജിച്ച് പുതിയ ഒരു കൂട്ടം ഉത്ഭവിക്കുന്നത്. അതെ, അവിടെയാണ് യക്കൂസകളുടെ ഉത്ഭവം. ആ ഗ്രൂപ്പുകളിൽ ആദ്യത്തേത് ടെക്കിയ ആയിരുന്നു. അപ്പോൾ ഈ ടെക്കിയകളെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് ആ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് കടക്കാം. ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ച് ഉത്സവങ്ങളിലും വിപണികളിലും താഴ്ന്ന നിലവാരമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരുതരം അലഞ്ഞു തിരിയുന്ന കച്ചവടക്കാരാണിവർ. പല ടെക്കിയകളും ബുരാക്കുമിൻ സാമൂഹിക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുമാണ്. അഥവാ അവിടുത്തെ ഒരു അപരിഷ്കൃത അല്ലെങ്കിൽ താഴേക്കിടയിൽ ഉള്ള പച്ചയായ മനുഷ്യരുടെ കൂട്ടമാണിത്. വാസ്തവത്തിൽ 4 തട്ടുകളുള്ള ജാപ്പനീസ് ഫ്യൂഡൽ സാമൂഹിക ഘടനയ്ക്കും താഴെയാണ് ഇവരുടെ സ്ഥാനം. ഇപ്പൊ ഏകദേശം അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ 1700കളുടെ തുടക്കത്തിൽ ജപ്പാനിൽ ഒരു വലിയ മുന്നേറ്റം നടക്കുകയാണ്. അതായത് അക്കാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ മേലധികാരിയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലായിരുന്നു. അത്ര വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവനാണെങ്കിൽ കൂടി നല്ല രീതിയിൽ പീഡനമൊക്കെ നേരിടേണ്ടി വന്നിരുന്നു. സാഹചര്യങ്ങൾ അപ്പോൾ അങ്ങനെ കുഴപ്പത്തിലായിരിക്കുമ്പോഴാണ് ടെക്കിയകൾ മേലധികാരികളുടെയും കീഴ് മേലധികാരികളുടെയും നേതൃത്വത്തിൽ പുതിയ മറ്റൊരു ഗ്രൂപ്പിന് തറക്കല്ലിടുന്നത്. ഉയർന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടിയവരുടെ പിന്തുണയോടെ ടെക്കിയകൾ ടർഫ് യുദ്ധങ്ങൾ, സംരക്ഷണ റാക്കറ്റുകൾ തുടങ്ങിയ സാധാരണ സംഘടിത കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങി. പിന്നീട് 1735 ഒക്കെ ആയപ്പോഴേക്കും ഈ ടെക്കിയയിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. നിലനിൽപ്പിന്റെ ഭാഗമായി ഒന്ന് ശാന്തമാകാനും കുറ്റകൃത്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനും ഒക്കെ. അപ്പോൾ അതിനുവേണ്ടി അവർ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഔദ്യോഗികമായി അംഗീകരിച്ച മേലധികാരികളെ തന്നെ നിയമിക്കുകയാണ്. അവരാണ് ഈ ഒയാബൂണുകൾ എന്നത്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഒയാബൂണുകൾക്ക് ഒരു കുടുംബ പേര് ഉപയോഗിക്കാനും വാള് വഹിക്കാനും ഒക്കെ അക്കാലത്ത് തന്നെ അനുവാദം ഉണ്ടായിരുന്നു. മുമ്പ് സമുറായികൾക്ക് മാത്രം അനുവദിച്ചിരുന്ന ഒരു ബഹുമതിയായിരുന്നു അത്. അപ്പോൾ ഈ ടെക്കിയ കുടുംബാംഗങ്ങളുടെ തലവന്മാർ എന്ന നിലയിലേക്ക് മേലധികാരികളുടെ സ്ഥാനത്താണ് ഒയാബൂണുകളെ കണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? വേണമെങ്കിൽ ഒന്നുകൂടി ചുരുക്കി മനസ്സിലാക്കി തരാം. ഇത്രയേ ഉള്ളൂ. 1600 കാലഘട്ടത്തിൽ 2 ഗ്രൂപ്പുകൾ സംഘടിച്ച് യക്കൂസ എന്ന മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങി. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ് നമ്മുടെ ടെക്കിയ എന്നത്. അവർ സമൂഹത്തിലെ വളരെ താഴെക്കിടയിൽ കിടക്കുന്നവരാണ്. ഇവരുടെ തലവനാണ് ഒയാബൂൺ എന്നതൊക്കെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് നമുക്ക് കടക്കാം. യാക്കൂസയ്ക്ക് കാരണമായ രണ്ടാമത്തെ വിഭാഗം ബക്കൂട്ടോ അഥവാ ചൂതാട്ടക്കാരായിരുന്നു. ടോക്കുഗാവ കാലഘട്ടത്തിൽ ചൂതാട്ടം കർശനമായി നിരോധിച്ചിരുന്നതാണ്. ഇന്നും മാറ്റൊന്നുമില്ല, പക്ഷേ ജപ്പാനിൽ ഇത് നിയമവിരുദ്ധമായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഡൈസ് ഗെയിമുകൾ ഉപയോഗിച്ചോ ഫനഫുഡ കാർഡ് ഉപയോഗിച്ചോ ഗെയിമുകൾ ഉപയോഗിച്ചൊക്കെ സംശയിക്കാത്ത അടയാളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബക്കൂട്ടോകൾ ചൂതാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. അവർ പലപ്പോഴും ശരീരത്തിലുടനീളം വർണ്ണാഭമായ ടാറ്റുകളും ധരിച്ചിരുന്നു. ഇത് ആധുനിക യക്കൂസകൾക്കിടയിൽ ശരീരത്തിൽ പൂർണ്ണമായും ടാറ്റു ചെയ്യുന്ന രീതിയിലേക്ക് പ്രചോദനമായി. ചൂതാട്ടക്കാർ എന്ന നിലയിൽ അവരുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന് ബക്കൂട്ടോകൾ സ്വാഭാവികമായും വായ്പാ തട്ടിപ്പിലേക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ചിരുന്നു. ഇന്നും ചില യക്കൂസ സംഘങ്ങൾ തങ്ങൾ എങ്ങനെയാണ് ഭൂരിഭാഗം പണവും സമ്പാദിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഏത് കൂട്ടത്തിലാണെന്ന് നമുക്ക് കണ്ടെത്താനും പറ്റും. അതായത് ടെക്കിയ അല്ലെങ്കിൽ ബക്കൂട്ടോ ഏതാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കും. പിന്നെ അവരിങ്ങനെ സംഘടിച്ചൊറ്റ ഗ്രൂപ്പായി എങ്കിലും അവരുടെ മുൻകാല ഗ്രൂപ്പുകൾ അനുഷ്ഠിച്ച മിക്ക വിശ്വാസങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ അവർ നിലനിർത്തുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് യക്കൂസകളുടെ ഉത്ഭവത്തെ കുറിച്ചാണ്. ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ആധുനിക യക്കൂസകളിലേക്ക് കടക്കാം.
രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിന് ശേഷം യക്കൂസ സംഘങ്ങൾ വീണ്ടും ജനപ്രീതി നേടി തുടങ്ങി. 2007 ജാപ്പനീസ് സർക്കാർ കണക്കാക്കിയത് പ്രകാരം ജപ്പാനിലും വിദേശത്തുമൊക്കെയായി ഏകദേശം ഒരു 2500 വ്യത്യസ്ത കുടുംബങ്ങളിലായി 1,02,000-ലധികം യക്കൂസ അംഗങ്ങൾ ഉണ്ടെന്നാണ്. ഇന്നത്തെ യക്കൂസ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അവരുടെ ആ ശരീരത്തിലുടനീളമുള്ള പ്രത്യേക ടാറ്റുവും കൂടി ആ ടാറ്റു ചെയ്യുന്ന വിചിത്ര രീതിയുമാണ്. ആധുനിക ടാറ്റോയിങ് ഗൺ ഉപയോഗിച്ചൊന്നുമല്ല അധികം ആളുകളും അത് ചെയ്യുന്നത്. മറിച്ച് പരമ്പരാഗത മുള അല്ലെങ്കിൽ സ്റ്റീൽ സൂചികളൊക്കെ ഉപയോഗിച്ചാണ് ടാറ്റു ചെയ്യുക. അതും ശരീരത്തിലുടനീളം ചെയ്യും. അതും ജനനേന്ദ്രിയങ്ങളിൽ പോലും ഉൾപ്പെട്ടേക്കാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല അല്ലെ? യക്കൂസ സംസ്കാരത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ചെറുവിരലിന്റെ സന്ധി മുറിക്കുന്ന പാരമ്പര്യമാണ്. ഇതിനെ യുബിറ്റ്സു എന്നാണ് അവർ വിളിക്കുന്നത്. ഒരു യക്കൂസ അംഗം തന്റെ ബോസിനെ ധിക്കരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ അനിഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ക്ഷമാപണമായി യുബിറ്റ്സും നടത്തുമത്രേ. അയാൾ തന്റെ ഇടത് ചെറുവിരലിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റി ബോസിന് സമർപ്പിക്കും. കൂടുതൽ ലംഘനങ്ങൾ മൂലം കൂടുതൽ വിരൽ സന്ധികൾ നഷ്ടപ്പെടും. ഈ ആചാരം ടോക്കുഗാവയുടെ കാലത്താണ് ഉത്ഭവിച്ചത് എന്നാണ് അറിവ്. വിരലുകളുടെ സന്ധികൾ നഷ്ടപ്പെടുന്നത് ഗുണ്ടാ സംഘത്തിന്റെ വാളപ്പിടി ദുർബലമാക്കും. സൈദ്ധാന്തികമായി അയാൾ സംരക്ഷണത്തിനായി ഗ്രൂപ്പിലെ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്ക് ഇത് നയിക്കും. ഇന്ന് പല യക്കൂസ അംഗങ്ങളും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി കൃത്രിമ വിരലുകൾ ധരിച്ച് കാണപ്പെടാറുമുണ്ട്. ഇന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ യക്കൂസ സിൻഡിക്കേറ്റുകൾ എന്ന് പറയുന്നത് കോബെ ആസ്ഥാനമായുള്ള യമഗുച്ചി ഗുമിയാണ്. ജപ്പാന്റെ സജീവമായ യക്കൂസകളിൽ പകുതിയോളം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒസാക്കയിൽ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം 20,000 അംഗങ്ങളുള്ള സുമിയോഷി ഒക്കെ, പിന്നെ ടോക്കിയോയിൽ നിന്നും യോക്കോഹാമയിൽ നിന്നുമുള്ള 15,000 അംഗങ്ങളുള്ള ഇനാഗാവ കൈ, അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത്, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത് തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൊക്കെ ഈ സംഘങ്ങൾ ഏർപ്പെടുന്നു. എന്നിരുന്നാലും വലിയ നിയമാനുസൃത കോർപ്പറേഷനുകളിലും അവർക്ക് ഗണ്യമായ അളവിൽ സ്റ്റോക്ക് ഉണ്ട്. ചിലർക്ക് ജാപ്പനീസ് ബിസിനസ് ലോകം, ബാങ്കിംഗ് മേഖല, റിയൽ എസ്റ്റേറ്റ് വിപണി എന്നിവയൊക്കെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ എമ്പുരാന്റെ എതിരാളിയായ യക്കൂസ കൂട്ടത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. അതോടൊപ്പം പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.